എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടേസ്റ്റി ജിലേബി ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഉഴുന്ന്, പച്ചരി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുത്ത നല്ലവണ്ണം പുളിപ്പിച്ച ഒരു ബാറ്ററാണിത്. അതിലേക്ക് ചേർക്കാൻ ആവശ്യമായി 3 സ്പൂൺ മൈദയാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമ്മുടെ ജിലേബിക്ക് ആവശ്യത്തിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, നല്ല കളർ കിട്ടാൻ ആവശ്യത്തിന്. ബേക്കിംഗ് പൗഡർ അല്പം എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണത്. നമുക്കിനി പഞ്ചസാര പാനി റെഡിയാക്കാൻ ആവശ്യത്തിന് പഞ്ചസാര എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ചേർക്കാൻ വെള്ളം, 2 ഏലക്ക, നല്ല ടേസ്റ്റും സ്മെല്ലും കിട്ടാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് അല്പം ലൈം ജ്യൂസും ചേർക്കണം. നമ്മുടെ ഈ ബാറ്റർ, അല്പം ബേക്കിംഗ് പൗഡർ, കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ മൈദപ്പൊടി, എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ബാറ്റർ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ജിലേബിക്കുള്ള മാവ് റെഡിയാക്കേണ്ടത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി റെഡിയാക്കുവാൻ പഞ്ചസാര ഇടുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടത്. അല്പസമയം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പാനി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചെടുത്ത 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പാനി റെഡിയായാൽ നോക്കാം. ഒരു നൂൽ പരുവത്തിൽ ഇപ്പോൾ ഒട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് അല്പം ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ചേർക്കുന്നത് നമ്മുടെ പാനി പെട്ടെന്ന് സെറ്റാവാതിരിക്കാൻ വേണ്ടിയാണ്. പഞ്ചസാര പാനിയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിലേബിക്ക് നല്ല പെർഫെക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജിലേബി തയ്യാറാക്കാനായി ഒരു പരന്ന പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറക്കണം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിലല്ല, ഞാനൊരു സാധാ പ്ലാസ്റ്റിക് കവറിലാണ് ഇതേപോലെ ആക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ബാറ്റർ. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം മാത്രം നമ്മുടെ ബാറ്റർ നമുക്ക് അതിലേക്ക് നല്ല ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ജിലേബി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം.
ഷുഗർ സിറപ്പ് അല്പം ചൂട് വേണം, ഒട്ടും തണുത്തു പോകാൻ പാടില്ല. അല്പം ചൂടോടുകൂടി വേണം നമ്മൾ ജിലേബി അതിലേക്ക് ഇടാനായിട്ട്, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അങ്ങനെ ഓരോ ജിലേബിയും ഷേപ്പാക്കി ഇട്ട് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് ജിലേബി നമുക്ക് വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അല്പസമയം ഷുഗർ സിറപ്പിൽ ഇട്ടതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ജിലേബി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കിയതിന് ശേഷം ഷുഗർ സിറപ്പിലേക്ക് ഇടാം. അല്പസമയം ഷുഗർ സിറപ്പിൽ കിടക്കണം. വളരെ ടേസ്റ്റിയാണ്. സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.